വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് ലഞ്ചിന് പനീർ ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അത് ഈസി ആയിട്ട് കുക്കറിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് പെട്ടെന്ന് നോക്കാം. അതിനു മുൻപ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം. ബിരിയാണി ഉണ്ടാക്കാൻ ആവശ്യമുള്ളതെല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മസാലയും നമ്മൾ ഇതൊക്കെ പൊടിച്ചിട്ടാണ് കേട്ടോ ബിരിയാണിയിൽ ചേർക്കുന്നത്, വേറെ മസാലയൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് പനീർ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിൽ ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കണം. ബിരിയാണിയുടെ മസാല നമ്മൾ ജീരകം, കുരുമുളക്, പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്കായ ഇത്രയും മാത്രം പൊടിച്ചിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. വേറെ മസാലയൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ചൂടായിട്ടാകുമ്പോൾ ഒന്ന് മാറ്റി വയ്ക്കാം പനീർ. ഇതുപോലൊരു കുക്കർ വെച്ചിട്ട് നമുക്കതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പകുതി സൺഫ്ലവർ ഓയിലും ബാക്കി നെയ്യുമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നെയ്യ് മാത്രം മതിയെങ്കിൽ അത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ പൊടിച്ചു വെച്ച മസാല ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. കുരുമുളകും, ജീരകം, പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്കായ ഇതൊക്കെയാണ് പൊടിച്ച് ചേർത്തത്. ഇനി അതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റി ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പം നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സായിട്ടാകുമ്പോൾ നമുക്കിതിലേക്ക് ഈ ഇല ചേർത്ത് കൊടുക്കാം. ഈ കുക്കർ ബിരിയാണിക്ക് കൈമ റൈസിനേക്കാളും ഇതുപോലുള്ള ബാസ്മതി റൈസാണ് കേട്ടോ നല്ലത്. അത് ഞാൻ കഴുകി ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുതിന, മല്ലി ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് ശേഷം നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും കുറച്ച് സമയം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിനുശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഡ്രൈ ആക്കി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ 2 കപ്പ് അരിയാണ് കേട്ടോ എടുത്തത്. അപ്പം നമുക്ക് 3.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇതൊന്ന് മിക്സ് ആയതിനു ശേഷം ഈ സമയത്ത് നമുക്ക് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരാണ് ചേർത്തത്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പനീറും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 2 കപ്പ് അരിക്ക് ഞാൻ 3.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി കുക്കർ അടച്ചു വെച്ചിട്ട് നമുക്കിതൊരു 2 വിസിലടിച്ചിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ സൈഡിൽ നമുക്ക് ബിരിയാണിയുടെ ചട്നി ഉണ്ടാക്കാം. ഇത് തേങ്ങയും പുതിന, മല്ലി, പിന്നെ പച്ചമുളക്, ചെറിയുള്ളി. ഇത് ഞാൻ കുറച്ച് തൈര് ഒഴിച്ചിട്ടാണ് ചമ്മന്തി ഉണ്ടാക്കുന്നത്. ബിരിയാണി റെഡി ആയിട്ട് 2 വിസിലടിച്ച് നമ്മൾ മാറ്റി വെച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്. ഇതിൻ്റെ കൂടെ ഞാൻ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്, പപ്പടം, പിന്നെ അച്ചാറുണ്ട്, പിന്നെ തൈര്, നമ്മൾ ഉള്ളിയൊക്കെ ഇട്ടിട്ട് സലാഡ് ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അതുമാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ രാമായണ മാസമായതുകൊണ്ട് വ്രതമൊക്കെ എടുക്കുന്ന ആൾക്കാർക്കൊക്കെ പനീർ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ നല്ലതല്ലേ. മഷ്റൂം ബിരിയാണി, പനീർ ബിരിയാണി ഇതൊക്കെയല്ലേ ഇനിയിപ്പോൾ ഈ മാസം കഴിക്കാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതിന് നമുക്കൊരു പ്ലേറ്റിലേക്ക് എല്ലാം വിളമ്പാം. തൈരൊക്കെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചൂടോടെ കൂടെ കഴിക്കാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.